പ്രിയദർശിനി പദ്ധതി മൂലം സ്വകാര്യ ബസ് മേഖല തകർച്ചയിലെന്ന് ബസ് ഉടമകൾ. പരിഹാരത്തിനായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ 23-ന് പെരുമ്പാവൂരിൽ നടക്കും. EMS മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തുന്ന ജില്ലാ കൺവെൻഷൻ മനോജ് മൂത്തേടൻ MLA ഉദ്ഘാടനം ചെയ്യും. സ്ത്രീ സൗജന്യ യാത്ര അനുവദിച്ച് പ്രിയദർശിനി പദ്ധതി ഒരു മാസം പിന്നിട്ടപ്പോൾ ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിൽ ബഹുഭൂരിഭാഗവും വലിയ പ്രതിസന്ധി നേരിടുകയാണെന്ന് ബസ് ഉടമകൾ. എറണാകുളം ജില്ലയുടെ കൺവെൻഷൻ പെരുമ്പാവൂർ വെച്ചാണ് നടത്തുന്നത്. EMS സ്ക്വയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് 23-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മുത്തേടൻ മനോജ് മൂത്തേടൻ MLA പുള്ളിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിന് നമ്മൾ എതിരല്ല. നമ്മളുടെ പ്രയാസങ്ങൾ നിലനിർത്തി ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. എന്നാലാണ് സർക്കാരിനെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്തിയാലേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അതിൻ്റെ ആദ്യപടിയായിട്ടാണ് ഈ ജില്ലാ കൺവെൻഷൻ പെരുമ്പാവൂർ വെച്ചിരിക്കുന്നത്. അതിൽ ഈ ജില്ലയിലുള്ള എല്ലാ ബസ് ഉടമകളും അതിൻ്റെ കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്നതാണ്. അതിൽ ഞങ്ങളുടെ ജില്ലാ താലൂക്ക് യൂണിറ്റ് എല്ലാ യൂണിറ്റ് ഭാരവാഹികൾ, അവരുടെ കുടുംബങ്ങൾ, അതിൽ നിന്നുള്ള മെമ്പർമാർ എല്ലാവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ കൺവെൻഷൻ വെച്ചിരിക്കുന്നത്. ഗ്രാമീണ നഗരമേഖല എന്ന വ്യത്യാസമില്ലാതെ നിലവിൽ KSRTC ഓർഡിനറി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന എല്ലാ റൂട്ടുകളിലും 1000 രൂപ മുതൽ 4000 രൂപ വരെ പ്രതിദിന കളക്ഷനിൽ കുറവ് വന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ പദ്ധതി മൂലം കേരളത്തിലെ മുഴുവൻ പ്രൈവറ്റ് ബസ് മേഖലയും തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കിയപ്പോൾ ഗവൺമെൻറ് വിശദമായ ഒരു ചർച്ചയോ അല്ലെങ്കിൽ വിശദമായ ഒരു വിശകലനം ചെയ്യലോ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങളുടെ സംഘടനയ്ക്കില്ല. ഇത് കേരളത്തിലുടനീളം നടപ്പാക്കിയതിന് ശേഷം കമ്മീഷൻ്റെ നിശ്ചയിക്കുകയും കമ്മീഷൻ്റെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാം എന്നുമാണ് ഗവൺമെൻറ് ഇപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന ഉറപ്പ്. യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രിയദർശിനി സൗജന്യ യാത്ര ലക്ഷ്യമാക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടുന്ന KSRTC ബസ്സുകളിൽ ഫാസ്റ്റിനോ സൂപ്പർ ഫാസ്റ്റിനോ എക്സ്പ്രസ്സിനോ ഈ നിബന്ധന ബാധകമല്ല. ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ഈ സൗജന്യ യാത്ര അനുവദനീയമായിട്ടുള്ളത്. കേരളത്തിൽ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകൾ 100% ബസ്സുകളും ഓർഡിനറി ബസ്സുകളാണ്. ഫാസ്റ്റോ എക്സ്പ്രസ്സോ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളോ പ്രൈവറ്റ് മേഖലയ്ക്ക് അനുവദനീയമല്ല. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഓർഡിനറി ബസ്സിന് മാത്രം സ്ത്രീകൾക്ക് 0 ടിക്കറ്റിൽ യാത്ര ചെയ്യാനുള്ള സൗജന്യം ലഭ്യമായിട്ടുണ്ട്. ഇതാരെ ബാധിക്കും? കേരളത്തിലുടനീളം ഓടുന്ന പ്രൈവറ്റ് ബസ് മേഖല തകർന്ന് തരിപ്പണമാകുമെന്ന് ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന ചെറിയ കാര്യമാണ്. ഡീസൽ അടിക്കാനോ ജീവനക്കാർക്ക് കൃത്യമായ വേതനം നൽകാനോ കഴിയാതെ വന്നതിനാൽ പല ബസ്സുകളും ഉച്ചസമയത്ത് യാത്രക്കാരില്ലാത്ത ട്രിപ്പുകൾ ഓടാതെയും ഡോർ ചെക്കർമാരെ ഒഴിവാക്കിയുമാണ് നഷ്ടത്തിൻ്റെ തോത് കുറയ്ക്കുന്നത്. പദ്ധതി നടപ്പിലാക്കിയതിനു ശേഷം ജില്ലയിലെ ബസ്സുകളുടെ അവസ്ഥ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ഭാവി പരിപാടികൾ ആലോചിക്കുന്നതിനുമായി വ്യാഴാഴ്ച രാവിലെ 10:30-ന് പെരുമ്പാവൂർ EMS മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തുന്ന ജില്ലാ കൺവെൻഷൻ മനോജ് മൂത്തേടൻ MLA ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഭാരവാഹികൾ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ ബസ്സുകളുടെ ക്രൈമാസ നികുതി 50% കുറച്ചെങ്കിലും സീറ്റുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിദിനം ഒരു ബസ്സിന് 108 രൂപ മുതൽ 150 രൂപയാണ് ലാഭിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇത് തീർത്തും അപര്യാപ്തമാണ്. ഡീസലിന്റെ വിലയിൽ ലിറ്റർ 1-ന് 8 രൂപ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് സ്ത്രീ സൗജന്യ പദ്ധതി നടപ്പിലാക്കുന്നത്.
വിദ്യാർത്ഥികളുടെ തുച്ഛമായ 1 രൂപ മിനിമം എന്ന യാത്രാനിരക്ക് 12 വർഷമായി തുടരുന്നതും പ്രതിസന്ധിക്ക് കാരണമാകുന്നു. പാലക്കാട് ജില്ലയുടെ എല്ലാം കേട്ട് അവർ വളരെ സൗമ്യമായി കേട്ടു. അതിന് നല്ലൊരു പരിഹാരം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന വ്യാഴാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ഓപ്പറേറ്റർമാരുടെ എല്ലാവരെയും ഈ സങ്കടങ്ങൾ കേൾക്കുവാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു കൺവെൻഷൻ വ്യാഴാഴ്ച EMS ഹാളിൽ വെച്ചിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ MLA മനോജ് മുത്താടൻ സാറിനെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ പെരുമ്പാവൂരിൻ്റെ ചെയർപേഴ്സൺ ഉണ്ട്. പിന്നെ ടെൽക്കിൻ്റെ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് NC മോഹനുണ്ട്. പിന്നെ ജില്ലയുടെ അധികാരികളും സ്റ്റേറ്റിൻ്റെ അധികാരികളും പിന്നെ യൂണിറ്റ് താലൂക്ക് അതിൻ്റെ എല്ലാ ഭാരവാഹികളും ഞങ്ങളുടെ എല്ലാ മെമ്പർമാരും പങ്കെടുക്കുന്ന ഒരു കൺവെൻഷനാണ് വ്യാഴാഴ്ച നടക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ സർവീസും ഞങ്ങളെ ഇത് പെരുമ്പാവൂർ മൂവാറ്റുപുഴയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പകുതി സെക്ടറിൽ KSRTC ആണ് എന്ന് പറഞ്ഞാൽ മണ്ണൂർ മുതൽ മൂവാറ്റുപുഴ വരെ 10 കിലോമീറ്ററിൽ പകുതി സെക്ടർ KSRTC ആണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ അന്വേഷിച്ച് നോക്കിയപ്പോൾ 18 ബസ് ഞങ്ങളിപ്പോൾ പെരുമ്പാവൂരിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മൂവാറ്റുപുഴയ്ക്ക് 22 KSRTC പ്രിയദർശിനി ബസ്സുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓരോ ബസ്സിൻ്റെ ഒപ്പം മണ്ണൂർ മുതൽ മൂവാറ്റുപുഴ വരെയും ഒരു പ്രിയദർശിനി കൂടെ ഉണ്ടാവും. തിരിച്ച് അതുപോലെ തന്നെയാണ് വണ്ടികൾ വരുന്നത്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ സർവീസ് വളരെ പരിതാപകരമായ രീതിയിലാണ്. ഇപ്പോൾ അത്യാവശ്യം ഡീസൽ അടിക്കുന്നതിന് പൈസ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. വരുമാനവും പ്രായപരിധിയും കണക്കിലെടുത്ത് സഞ്ചരിക്കാവുന്ന ദൂരം നിജപ്പെടുത്തിയും ഗ്രാമീണ റൂട്ടുകളിലേക്ക് ഒരു ബസ് മാത്രം ഓടുന്നിടത്ത് സൗജന്യ യാത്ര ഒഴിവാക്കുന്നത് സംബന്ധിച്ചും സർക്കാർ മാറ്റങ്ങൾ വരുത്തി തീരുമാനമെടുക്കണമെന്ന് ബസ് ഉടമകൾ പറയുന്നു. ജില്ലാ കൺവെൻഷന് ശേഷം വിവിധ യൂണിറ്റുകളിൽ വ്യവസായം നേരിടുന്ന പ്രതിസന്ധികൾ പൊതുസമൂഹത്തിൽ അറിയിക്കുന്നതിനായി ജില്ലയിലെ എല്ലാ താലൂക്ക് യൂണിറ്റുകളിലും ബസ് ഉടമകളുടെ ധർണയും സംഘടിപ്പിക്കാനാണ് തീരുമാനം. 27-ന് കോതമംഗലം, 28 മൂവാറ്റുപുഴ, 29-ന് കൊച്ചി, 30-ന് പിറവം, 31-ന് അങ്കമാലി, ആഗസ്റ്റ് 3-ന് കാക്കനാട് എന്നീ തീയതികളിൽ ധർണ നടത്തും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി KM സിറാജ്, വൈസ് പ്രസിഡന്റ് MP അനിൽകുമാർ, പെരുമ്പാവൂർ യൂണിറ്റ് പ്രസിഡന്റ് ജിജി തോമസ്, സെക്രട്ടറി KC രാമചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം BO ഡേവിസ് എന്നിവർ പങ്കെടുത്തു. ഇത്തരം സമ്മേളനങ്ങളിൽ ആദ്യമായിട്ട് ഇത് നടത്തുന്നത് എറണാകുളത്താണ്. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, 6 ജില്ലകളിൽ ബസ് നിർത്തി തൊഴിലാളികളും ഉടമകളും സംയുക്തമായിട്ട് പണിമുടക്കിയിരുന്നു. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളും വയനാട്, കാസർഗോഡ് ജില്ലകളും ഒരു ദിവസത്തെ സമരം നടത്തിയിരുന്നു. അത്രയും രൂക്ഷമാണ് അവിടുത്തെ സ്ഥിതികൾ. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യം അതല്ല. എറണാകുളത്ത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ കമ്മീഷൻ്റെ നിയമനം കഴിഞ്ഞു. ആദ്യത്തെ തെളിവെടുപ്പ് എറണാകുളം കളക്ടറേറ്റിൽ കഴിഞ്ഞ ദിവസം നടന്നു. ഇനി നാളെ കോഴിക്കോട് വെച്ചുണ്ട്, 1-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ചുണ്ട്. ഇതിനിടയിൽ ഒരു ആത്മഹത്യ, ഒരു ബസ് ഉടമയുടെയോ ഒരു തൊഴിലാളിയുടെയോ ആത്മഹത്യ കേരളത്തിൽ ഉണ്ടാകരുത്. ഇവിടെ പറഞ്ഞതുപോലെ 50,000-ഉം അതിനപ്പുറത്തും ബാങ്കിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ പ്രതിമാസം ലോൺ അടയ്ക്കേണ്ട ആളുകളുണ്ട്. ഇതൊരു ഉപജീവന മാർഗമായിട്ട് കണ്ട് വർഷങ്ങളായിട്ട് ഇതിൽ ജോലി ചെയ്തും ഒരുടമയായും ഷെയറുകാരനായും ഒക്കെ നടന്നിരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ പ്രിയദർശിനി പദ്ധതി വന്നു കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ പറഞ്ഞാൽ ഒരു ഇടുത്തി പോലെയാണ് ഞങ്ങൾക്ക് ഈ തീരുമാനം കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.